ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ ആയിഷ CA 2021 രംഗപ്രവേശം ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 6ാം വാർഡിൽ ജനപ്രതിനിധിയായി വന്ന ഒരു വ്യക്തിയാണ്. 2021 മുതൽ ഈ കാലയളവിൽ ഒരുപാട് സേവനങ്ങൾ വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡുകൾ 22ഓളം റോഡുകൾ ടാറിങ്ങും കോൺക്രീറ്റും അതുപോലെ സോളിങ്ങും 2 റോഡുകൾ സോളിങ്ങും ഒക്കെ ചെയ്തു. ഇത് നമ്മുടെ വാർഡിലെ ഒരു ഭിന്നശേഷി കുട്ടിയാണ്. ഇവര് ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഈ റോഡ് നന്നാക്കുന്നതിന്റെ മുമ്പ്. റോഡ് പിന്നെ ഇവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ഇവർക്കാണ്. കാരണം മോളെ ദേശം തട്ടിയൊക്കെ ഉള്ള ഒരു മോളാണ്. അപ്പൊ മോളിലൊക്കെ കയറ്റാനും ഇറക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വണ്ടിയൊന്നും ഇങ്ങോട്ട് ഇറങ്ങൂലായിരുന്നു. ഭയങ്കര ദുർഘടായ വഴിയായിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം ഒന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുത്തു. 6ാം വാർഡിൽ മെമ്പർ ഉഷാറാണ്, എല്ലാ കാര്യത്തിലും ഉഷാറാണ്. ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നന്നാക്കുന്നു. അതൊക്കെ ഉഷാറാണ്. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് വീട് നിർമ്മാണം എന്നുള്ളത്. ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് എൻ്റെ വാർഡ്. അതുകൊണ്ട് തന്നെ വീടുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പദ്ധതി. അതിൽ 4 ലൈഫ് പദ്ധതിയും 8 PMAY പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് 12ഓളം വീടുകൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം പൂർത്തീകരിച്ചിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ കാലം വരെ ഇവിടെ ഞങ്ങൾ എത്ര വരെ 2002 ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇന്ന് വരെ ഒന്നിനും ഉണ്ടായില്ല. ഞങ്ങളെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആര് എന്ത് ഇതാക്കുകയാണെങ്കിലും ടീച്ചർ എല്ലാത്തിനും ഉപകാരം ചെയ്യും. പിന്നെ റിപ്പയറിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ SC വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായിട്ട് റിപ്പയറിംഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ കാലയളവിനുള്ളിൽ 8 ജനറൽ വിഭാഗത്തിലും 4 SC വിഭാഗത്തിലും വീടുകൾ പുനർനിർമ്മിച്ച്, അതായത് റിപ്പയറിംഗ് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പരമാവധി അതിന് ശ്രമിച്ചിട്ടുണ്ട്. വാഴക്കന്ന്, തെങ്ങിൻ തൈ, കോഴി, ആട്, പോത്ത് ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സാമ്പത്തികമായിട്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഉണ്ട്. ടീച്ചർ എനിക്ക് നല്ലതാണ്. പിന്നെ സുഖമില്ലായിരുന്നപ്പോ ടീച്ചർ കാണാൻ വന്നപ്പോ ഓരോരോ സഹായം ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരട്ടെ ടീച്ചർ തന്നെ. അതിനേക്കാൾ ഉപരി വാർഡിൽ ഏറ്റവും ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമായതിനാൽ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം ഉപയോഗപ്പെടുത്തി ഒരു വലിയൊരു കുളം നിർമ്മിച്ചു കഴിഞ്ഞു. ശേഷം അതിന്റെ ബാക്കി പണികൾ, അതായത് പമ്പ് ഹൗസ്, പൈപ്പ്, ടാങ്ക് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഷത്തെ പദ്ധതിയിൽ 23 ലക്ഷം വകയിരുത്തി വെച്ചിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. ഈ വാർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മളെ വാർഡ് മെമ്പർ വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രൂപ്പിലും ഗ്രാമസഭേന്റെ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ടീച്ചറിനെ പറ്റി വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ട കുറെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ അവർ തയ്യാറായിട്ടുണ്ട്. കുറെ സഹായങ്ങൾ എനിക്ക് സുഖലേതായപ്പോഴും എനിക്ക് കുറെ സഹായങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അത് കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ അവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്റെ ഒരു കാര്യം. എന്താ പറയാ, പിന്നെ നമുക്കിവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിയിലൂടെ കുളം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രശ്നിച്ചു. പിന്നെ തെരുവ് വിളക്കുകൾ കത്തിക്കാനും പിന്നെ റോഡുകളുടെ പണികളും അങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവർക്കൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി പ്രയത്നിച്ചുകൊണ്ട് വളരെ വേഗതയിൽ ചെയ്തു തീർക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ 75ഓളം പെൻഷനുകൾ, അതായത് വികലാംഗ പെൻഷൻ, അതുപോലെ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നീ വിഭാഗത്തിലുള്ള 75ഓളം പെൻഷനുകൾ നമുക്ക് പാസ്സാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ജനങ്ങൾ വളരെ സംതൃപ്തരാണ്. അത് തന്നെയുമല്ല, 11 വർഷം കറണ്ട് ലഭിക്കാത്ത ഒരു വീടിന് നമ്മളെ സഹായത്തോടു കൂടി, ചെറിയൊരു സഹായം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ എങ്കിലും ആ സഹായത്തോടു കൂടി അവർക്ക് ആ വീട്ടിലേക്ക് കറണ്ട് എത്തിക്കാൻ സാധിച്ചു. കൂടാതെ നമ്മൾ കയറി 2ാമത്തെ വർഷം തന്നെ നമ്മളൊരു നല്ലൊരു
എല്ലാ നിലക്കും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് തുറന്നു. മെമ്പറുടെ ഓഫീസായിട്ടും ജനസേവനങ്ങളുടെ ഓഫീസായിട്ടും ഒക്കെയാണ് ഇത് തുറന്നിട്ടുള്ളത്. അതിനുശേഷം അത് നല്ല നിലക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു ജീവനക്കാരിയുണ്ട്. അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മളൊരു വെൽഫെയർ ക്ലിനിക്ക് തുറന്നു. അതിൽ ഓരോരോ ദിവസവും 25 ആളുകൾ വരെ അവിടെ ചികിത്സക്കായിട്ട് പരിശോധനക്കായിട്ട് എത്തുന്നുണ്ട്. അതില് അലോപ്പതി മാത്രമല്ല, അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഈ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാര് നല്ല നിലക്ക് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് വളർന്നിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഓമശ്ശേരി പഞ്ചായത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അത് തുറന്നിട്ടുള്ളത്. 15 ലക്ഷം വകയിരുത്തിക്കൊണ്ട്, പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 15 ലക്ഷം വകയിരുത്തിക്കൊണ്ട് 3 തോടുകൾ സൈഡ് കെട്ടല് പൂർത്തിയാക്കി. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ 25 സ്ട്രീറ്റ് ലൈറ്റുകൾ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതും, അതുപോലെ പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെ ഫണ്ട് പിരിച്ചുണ്ടാക്കിയ 30 ലൈറ്റുകളും നന്നാക്കി. നമ്മുടെ വാർഡിലുള്ള ഒരു മൃഗാശുപത്രി, പൊതു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിൽ ഒന്നേ ഉള്ളൂ. ആ മൃഗാശുപത്രിക്ക് 4.5 ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഗേറ്റ്, അതുപോലെ ബാത്റൂം, അതുപോലെ പെയിന്റിങ് ഇതൊക്കെ നന്നാക്കി ചെയ്തു കൊടുത്തു. ഇനി വാർഡിലുള്ളത് 2 അംഗനവാടികളായിരുന്നു. ആ 2 അംഗനവാടികൾക്കും അതിന് വേണ്ട മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ട പൈസ പഞ്ചായത്തിൽ നിന്ന് സംഘടിപ്പിച്ചു കൊടുത്ത് അത് പൂർത്തീകരിച്ചു. ഒരു അംഗനവാടിയുടെ മേൽക്കൂര പൊളിഞ്ഞു പോയതിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കൂര മാറ്റി കൊടുക്കുകയും, വേറൊരു അംഗനവാടിക്ക് അത് ഷീറ്റ് പൊളിഞ്ഞു പോയതിന്റെ പേരിൽ അത് ഷീറ്റ് മാറ്റി, കമ്പി ഷീറ്റുകളൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്തു.